ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അച്ചടക്കമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സൊക്കെ മടുത്തു പോകുമ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഈ അച്ചടക്കമാണ്. 2026 ജൂൺ മാസം പിറക്കുമ്പോൾ ആകാശമണ്ഡലത്തിൽ വലിയൊരു അത്ഭുത പ്രതിഭാസത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ദേവഗുരുവായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന പുണ്യമാസമാണ് 2026 ജൂൺ മാസം. ഈ മഹാകോടീശ്വര രാജയോഗം മേടൻ രാശിയിൽ ജനിച്ചവരുടെ അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് വരുത്താൻ പോകുന്നത്. നിങ്ങളുടെ ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം, കരിയർ, സാമ്പത്തികം, പ്രണയം, ദാമ്പത്യം ഒക്കെ എങ്ങനെയായിരിക്കും? ഏഴര ശനി നിങ്ങളെ എങ്ങനെ ബാധിക്കും? ഈ ജൂൺ മാസം നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? മേടൻ രാശിക്കാരുടെ ജൂൺ മാസത്തെ സമ്പൂർണ്ണ ഫലങ്ങൾ വളരെ ശാസ്ത്രീയമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ജൂൺ മാസം മേടൻ രാശിക്കാരുടെ ഗ്രഹനില പരിശോധിച്ചാൽ വളരെ സവിശേഷമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വ ജൂൺ 21 വരെ നിങ്ങളുടെ 1-ാം ഭാവത്തിൽ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഊർജ്ജമാണ് നൽകാൻ പോകുന്നത്. എന്നാൽ ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത ജൂൺ 2-ാം തീയതി നടക്കാൻ പോകുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇത്രയും ശക്തനായി നിങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് വരുന്നത്. ഇത് നിങ്ങളുടെ ഭാഗ്യത്തെയും കരിയറിനെയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. സൂര്യൻ ജൂൺ 15-ന് 3-ാം ഭാവത്തിലേക്കും ശുക്രൻ ജൂൺ 8-ന് 4-ാം ഭാവത്തിലേക്കും രാശി മാറുന്നുണ്ട്. എന്നാൽ മറുവശത്ത് നിങ്ങളുടെ 12-ാം ഭാവത്തിൽ ശനി 12-ാം ഭാവത്തിൽ തന്നെ തുടരുകയാണ്. അതായത് ശനിയുടെ ഏഴര ശനിയിലെ 1-ാം ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറുമെന്ന് ഓരോ മേഖലയായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് ജൂൺ 21 വരെ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും ശാരീരിക ക്ഷമതയും ഒക്കെ നൽകും. രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഏത് കാര്യത്തിനും ഒരു പ്രത്യേക എനർജിയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളെ ചില കാര്യങ്ങളിലൊക്കെ പരീക്ഷിച്ചേക്കാം. ഏഴര ശനിയൊക്കെ നടക്കുന്നതിനാൽ കാലുകളിലൊക്കെ അനാവശ്യമായ തളർച്ച, ഉപ്പൂറ്റിക്കൊക്കെ വേദന അല്ലെങ്കിൽ സന്ധിവേദന ഒക്കെ നിങ്ങളെ അലട്ടിയേക്കാം. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണമൊക്കെ അനുഭവപ്പെടാം. കൂടാതെ ജൂൺ മാസത്തിലെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കാരണം വയറ് സംബന്ധമായി എന്തെങ്കിലും പ്രോബ്ലമൊക്കെ, അതുപോലെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യതയുണ്ട്. ഈ സമയത്ത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. യാത്രകളിലൊക്കെ കൃത്യമായ വിശ്രമമൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ശനിയുടെ സ്വാധീനം നിങ്ങളെ ചെറിയ അലസന്മാരെ ഒക്കെ ആക്കാൻ സാധ്യതയുണ്ട്. അതിനെ അച്ചടക്കത്തോടെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുക. അടുത്തതായി വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും കാര്യമാണ്. ജൂൺ മാസം നിങ്ങൾക്ക് വളരെ മികച്ച ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ 5-ാം ഭാവത്തിൻ്റെ നാഥനായ സൂര്യൻ ജൂൺ 15-ന് മാറുന്നതോടെ സൂര്യൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ജൂൺ പകുതിക്കൊക്കെ ശേഷം അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പരീക്ഷകളൊക്കെ എഴുതുന്നവർ, അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ എന്നിവർക്കൊക്കെ ഈ സമയം വളരെയധികം നിർണായകമാണ്. നിങ്ങളൊരു സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ മാസം ഒട്ടും മടിച്ചു നിൽക്കരുത്. പൂർണ്ണ മനസ്സോടെ ശ്രമിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി കരിയറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ജൂൺ 2-ന് വ്യാഴം ഉച്ചസ്ഥനാകുന്നതോടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ശനി ചില സമ്മർദ്ദങ്ങളൊക്കെ തരുമെങ്കിലും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹമുള്ളതിനാൽ ജോലിസ്ഥലത്തെ അന്തരീക്ഷം ഒക്കെ മെച്ചപ്പെടുന്നതാണ്. നിലവിൽ ജോലിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന മേടൻ രാശിക്കാർക്ക് ജൂൺ ആദ്യവാരത്തിനൊക്കെ ശേഷം പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് MNC കമ്പനികളിലോ
വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു സുവർണാവസരമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ജൂൺ 20-ന് ശേഷം ബുധൻ്റെയൊക്കെ രാശിമാറ്റത്തോടെ വലിയ സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാസം 90% അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മേടൻ രാശിക്കാരുടെ വ്യക്തിബന്ധങ്ങളിലേക്ക്, അതായത് പ്രണയത്തിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും വരാം. നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത്. കേതു എപ്പോഴും ഒരു നിസ്സംഗത തരുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പ്രണയബന്ധങ്ങളിലൊക്കെ എല്ലാം നന്നായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു തരം അതൃപ്തിയൊക്കെ തോന്നിയേക്കാം. പങ്കാളിയൊക്കെ അനാവശ്യമായിട്ട് സംശയിക്കുന്ന പ്രവണത ഈ മാസം ഒഴിവാക്കേണ്ടതാണ്. ചൊവ്വയുടെയൊക്കെ സ്വാധീനം കാരണം പെട്ടെന്നൊക്കെ ദേഷ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തുക. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ജൂൺ 8-നൊക്കെ ശേഷം കാര്യങ്ങളൊക്കെ മനോഹരമാകുന്നതാണ്. ശുക്രൻ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടെ പങ്കാളിയുമായിട്ടൊക്കെയുള്ള അടുപ്പമൊക്കെ വർദ്ധിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ്. ജൂൺ 8-ന് മുൻപ് നിങ്ങളുടെ പങ്കാളിക്ക് ചെറിയ രീതിയിലുള്ള തലവേദനയോ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നേക്കാം. അല്ലെങ്കിൽ അവർക്ക് ജോലി സംബന്ധമായിട്ട് ചെറിയ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയൊക്കെ ദിനങ്ങളാണ്. ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ജൂൺ മാസം നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തുകയുമില്ല. ഭാഗ്യാധിപനായ വ്യാഴം ഉച്ചസ്ഥനാകുന്നതിനാൽ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെ കാലമായി നടക്കാതിരുന്ന മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിവാഹം, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങൽ, വസ്തു വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ അനുകൂലമായ സമയമാണ് ഈ മാസം. വിദേശത്തൊക്കെ പോകാൻ വിസയ്ക്കായിട്ടൊക്കെ കാത്തിരുന്നവർക്കും വിദേശ കമ്പനികളുമായിട്ടൊക്കെ ബിസിനസ് ഇടപാടുകളൊക്കെ നടത്തുന്നവർക്കും ഈ മാസം നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാകുന്നതാണ്. ചിലവുകളൊക്കെ വർദ്ധിക്കുമെങ്കിലും അവ അനാവശ്യ ചിലവുകളായിരിക്കില്ല. മറിച്ച് നല്ല കാര്യങ്ങൾക്കും കുടുംബത്തിലെ മംഗള കർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും നിങ്ങൾ പണം ചിലവഴിക്കേണ്ടി വരുന്നത്. മേടൻ രാശിക്കാരുടെ ജൂൺ മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേയൊക്കെ നോക്കി. വ്യാഴമൊക്കെ അനുകൂലമാണെങ്കിലും ശനിയുടെ 7.5 ശനിയൊക്കെ നടക്കുന്നതിനാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ലളിതമായ പരിഹാരങ്ങളൊക്കെ ഈ മാസം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, പിൻവിളക്കൊക്കെ വഴിപാടായി കഴിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും കറുത്ത വസ്തുക്കളൊക്കെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഒക്കെ ദാനം ചെയ്യുന്നത് 7.5 ശനിയെ ശാന്തമാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ്. മേടൻ രാശിക്കാർക്ക് ജൂൺ മാസം ഭാഗ്യങ്ങളുടെയും മാറ്റങ്ങളുടെയും ഒക്കെ മാസമാണ്. ചെറിയ ജാഗ്രതയും അച്ചടക്കവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ കൈവരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.